ഫസ്റ്റ് തിങ് ഇസ് ടു സ്റ്റാർട്ട്. ജീവിതത്തിലെ വലിയൊരു ലെസൺ ഞാൻ മനസ്സിലാക്കിയാണ് പെർഫെക്ഷൻ കിൽസ് പ്രോഫിറ്റബിലിറ്റി. യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീനാണ്. അവർക്ക് വേണ്ടത് കണ്ടന്റാണ്. ഇന്ത്യയിൽ ഭയങ്കര ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ടിക്ടോക്ക് ബാൻ ചെയ്തത്. എല്ലാവർക്കും ഇത്രയും വൈറലാവാൻ ചാൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. പറയുമ്പോൾ പ്രതി പ്രൗഡ് കാര്യം. അങ്ങനെ ഗ്രാഫിക് കാർഡ്സ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ കമ്പനി നമ്മൾ NVIDIA ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ്. നിങ്ങൾക്കൊരു ChatGPT പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് ചുമ്മാ തുറന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് പറയും അത് പോയി എടുത്തോ, ഇത് പോയി എടുത്തോ, ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ റോബോട്ട്സിന്റെ ഫസ്റ്റ് ലോ അവർ പറയുന്നത് റോബോട്ട് വിൽ നെവർ ഹേർട്ട് എ ഹ്യൂമൻ ആണ്. റോബോട്ട്സിന് സർജറി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്ര പേര് വിശ്വസിച്ച് അവിടെ കിടക്കും. നമ്മൾ ടൈംസിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒന്നും നടക്കാൻ പോണില്ല. സാധാരണക്കാരുടെ ജോലി പോകുമോ എന്ന് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞ പോലെ എന്തൊക്കെ ജോബ് റിപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു ആ ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക്. ഹലുസിനേഷൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഫേസ്ബുക്ക് തന്നെ സമ്മതിച്ചു 650 മില്യൺ പ്രൊഫൈൽസ് അവർ ഫേക്ക് പ്രൊഫൈൽസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു ടെറർ അറ്റാക്ക് നടന്നു എന്നും പറഞ്ഞ് റിയലിസ്റ്റിക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇതെല്ലാം ക്ലിക്സ് ആണ്, ഇതെല്ലാം ട്രാക്ഷൻ ആണ്. ഏതെങ്കിലും അജണ്ട ഇത് പുഷ് ചെയ്യാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജിനേക്കാളും 100x മോർ ആണ് കെയർഫുള്ളി പ്ലാൻഡ് പോസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ടു സൊസൈറ്റി. പണ്ട് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്നുള്ളത് നമ്മൾ പറയുമെങ്കിലും ഇപ്പം എല്ലാവർക്കും ഇൻഫ്ലുവൻസർ ആണ്. മെഷീൻസിന് ഏറ്റവും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കറൻസിയാണ് ക്രിപ്റ്റോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കമ്മിങ് ഇയർ ക്രിപ്റ്റോയ്ക്ക് ഒരു വലിയ പമ്പ് വരുന്നത്. ഞാൻ $1,000 കിട്ടാൽ ഒരു മിനിറ്റിൽ 400% റിട്ടേൺ ഒക്കെയാണ് വരുന്നത്. ടെർമിനേറ്റർ വരുമെന്ന് വെച്ചാൽ ടെർമിനേറ്റർ വരും. എപ്പോൾ വരും നമ്മൾ ആലോചിച്ചാൽ മതി.